അത് ശരി, വന്ന് വന്ന് അന്തപുരത്തിലായോ ശയനം? ഇയാളോ? ഇയാളിതുവരെ പോയില്ലേ? ഓഹോ, അപ്പൊ ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ പരിപാടി? എന്റെ പൊന്നു മാഷെ, ചതിക്കരുത്. ഇപ്പൊ ആകെ കൂടെ കുഴഞ്ഞേനെ. എന്തോന്ന് കുഴയാൻ? ഇയാളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. വന്ന് ഏറിയപ്പോഴേ എന്റെ സ്വാതന്ത്ര്യത്തിലാ കയറി പിടിച്ചത്. മാഷക്ക് വൈകി പറ, ഇയാളായിരുന്നു പുറത്തു കളയാൻ. ചീള് കയറി. മാഷ് ഒന്ന് സമാധാനപ്പെടും. ഇപ്പൊ അവനെ ഉണർത്തരുത്, പ്രശ്നമാകും. പ്രശ്നം? എന്ത് പ്രശ്നം? നല്ല ഉറക്കത്തിന് വിളിച്ചുണർത്തിയാൽ വയലന്റ് ആവും, പിന്നെ പിടിച്ചാ നിൽക്കൂല. നിക്കണ്ട, ഇറങ്ങി പോട്ടെ. ഇയാൾ വയലന്റ് ആയാൽ അതിനേക്കാൾ ഞാൻ വയലന്റ് ആകും. മാഷന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. വരുന്നോനും പോനോനും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങ. ഇതെന്താ സത്രമാണോ? ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. ഈ സൂക്കേടിന് മരുന്ന് എന്റെ ഉണ്ട്. മാഷ പറയുന്നേ. ആഹാ, ഏയ്, ഒരു പ്രാവശ്യം മൂത്രം ഒഴിച്ചു ശരിയായിക്കോളും. ഇനി നേരിട്ടൊരു ആക്രമണം ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? വാ. ഇതെന്ത് ഗിയർ സ്ലിപ്പായി? അച്ഛാ, ഈയിടെയായി കടയിൽ കളക്ഷൻ കൂടുന്നില്ലേ എന്നൊരു സംശയം. അത് ചെറുപ്പക്കാരുടെ കളക്ഷൻ. അത് ശരിയാ. നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും പേരുവാ. സുഖിപ്പിക്കണ്ട. ഞാൻ വന്നതിന് ശേഷമല്ല, കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണോട് വന്നതിന് ശേഷം. അത് ഏത് പെണ്ണാടാ? ഏത് പെണ്ണ? എന്റെ ഭാര്യ പ്രേമലത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കടയും വീടും കൂടെ ഒരുമിച്ചുള്ള ഏർപ്പാട് അതങ്ങ് നിർത്തിയേക്കണം. വരുന്നവരും പോണവരൊക്കെ അങ്ങ് അകത്തോട്ടാ നോട്ടം. അത് ശരി. നിന്റെ കല്യാണത്തിന് ശേഷം പതിവായി കഴിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞാലിക്കുട്ടി മാഷ് പോലും ഇങ്ങോട്ട് കേറാതെ ഇങ്ങനെ പോയ കട മാറ്റേണ്ടി വരില്ല, പൂട്ടേണ്ടി വരും. അച്ഛ, എന്താടാ? അച്ഛനല്ല അച്ഛ, അച്ഛ. ശരീരം മുഴുവൻ ഉഴുതു മറിച്ചതുപോലുണ്ട്. ഇന്ന് ലീവായിട്ട് മലയാളം മാഷ എങ്ങോട്ടാ രാവിലെ? അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഒരു അത്യാവശ്യം. മാഷയുടെ കാര്യങ്ങൾ മാത്രം നടന്നാ മതിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഹാജിയാർ ഇവിടെ വേലക്കാരൊന്നും നിർത്തിയിട്ടില്ല. വേലക്കാരെന്തിനാ? ഇവിടൊക്കെ തൂക്കാനും പെറുക്കാനും ആരാ ഉള്ളത്? നോക്കിയേ, വൃത്തിയും എടുപ്പുമായിട്ടിരുന്ന വീടായിരുന്നു. മാഷ് വന്ന ശേഷം ഇത് ഇങ്ങനെയായത്. ഇവിടെ താമസിക്കാൻ വേറൊരുത്തനും. അവൻ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. അവൻ എന്റെ കൈ കെട്ടിയ വിളിച്ചായിരുന്നു. ഇല്ല. പിന്നെ അല്ല, രാവിലെ കയ്യിലൊരു ഫീസ് വെച്ച്. ഞാനെല്ലാം കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കുറച്ചു നാളത്തേക്ക് ഇവിടെയൊക്കെ തന്നെ കാണും. തന്നെയല്ല, ഈ വീട്ടിലെ ജോലികളെല്ലാം മാഷ് തന്നെ ചെയ്യണം, മനസ്സിലായില്ലേ? ഞാനോ? ഇനി ഇതേപ്പറ്റിയൊരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു തെളിച്ചു പറ. ഉണ്ടാവില്ല. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയ മാഷെ കിടക്കുന്നുണ്ടല്ലേ? ഞാനോ? നീ ചൂലെടുത്ത് കൊടുക്കണം. അല്ല, ഞാനിങ്ങനെ ചൂല്. ഇവനൊക്കെ നമ്മൾ വരച്ച പോരെ നിർത്തൂലേ? കാശ്മീരികളും കാണട്ടെ നിന്റെ ഈ സൗന്ദര്യം. പ്രേമോ, ഞാനൊരു സത്യം പറയട്ടെ. കാർക്കൂന്തലിന്റെ സുഗന്ധം എന്നെ മത്തുപിടിപ്പിക്കുന്നു. സത്യം. ഇവനെന്തിനായി മുടി പിടിച്ച് കളിക്കുന്നേ? അവൻ പട്ടാളത്തിൽ വല്ല ബാർബർ ആയിരിക്കും. അവന്റെ ഒരു ശൃംഗാരം. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതാ നല്ലത്. അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് വെടികൊണ്ട പന്നികളെ പോലെ രണ്ടും കൂടെ അകത്തേക്ക് കയറി പോന്നു. ഇത്രയുള്ളൂ അവന്മാരുടെ അത്യാവശ്യങ്ങൾ. ആറാം പറപ്പുകൾ. എന്താ വിളിച്ചോ? അല്ല, മാറാലെ അടിക്കേണ്ടത് അത്യാവശ്യം ഒന്ന് പറയുകയായിരുന്നു. വളരെ അത്യാവശ്യമാണ്. അതെ, അടിച്ചോ. ആരാ ഇത്? മാഷിങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നാണല്ലോ കരുതിയത്. പഠിത്തവും പഠിപ്പിക്കലും എല്ലാം കൂടി ആകെ കൂടെ തിരക്കിലായിരുന്നു. ഇതാരാ? ഇതെന്റെ ഒരു ചങ്ങാതി ജോജി, ബോംബെയിലാ. ഇത് ഹാജിയാരെ മാളാ. പേര് മുംതാസ്. അതെ, പിന്നെ
ഫേസ് കട്ട് കണ്ടപ്പോ തോന്നിയതാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ആചാര്യെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും ഒക്കെ ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടാ കൊണ്ടുവന്നത്. അതാ അല്ലേ? അതെ അതെ. ആഹാ വരി. ചെരുപ്പ് നേരത്തെ ഊരി. മോള് ചായ എടുക്ക്. ഉം. മേനോ മാഷ് പറഞ്ഞ ഞാൻ അറിഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ചങ്ങാതി ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. ഇരിക്കെ. എന്താ പേര്? ജോജി. ബോംബെയിൽ എന്താ ചെയ്യണേ? ജോലി അന്വേഷിച്ച് ബോംബെ വരെ എത്തിയതാ. ഇതുവരെ ജോലിയൊന്നും അങ്ങനെ ആയിട്ടില്ലല്ലേ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബി.എഡിന്. മാഷാവാന്നുള്ളതായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം. ബി.എഡിന് എന്തായിരുന്നു വിഷയം? മലയാളം. ഒരു മലയാളം മാഷ് പിരിച്ചുവിട്ട ഒഴിവിലേക്കാണ് കുഞ്ഞാലിക്കുട്ടി നിയമിച്ചത്. ചായ കുടിക്കും. കുടിക്ക്. വിളിച്ചാ വിളിയേക്കണ നാഗരാ. പ്രാർത്ഥിച്ചോളൂ. മാഷിന്റെ മനസ്സിൽ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാ അത് നടക്കും. ഗൗരി, ഞാൻ എന്താ ഇനിയും പറയാൻ ഭാവമുണ്ടോ? ക്ഷേത്രത്തിൽ നാളികേരം ഉടച്ചത് മാഷല്ലാന്ന്. പക്ഷെ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഇസ്ലാമായ കുഞ്ഞാലിക്കുട്ടി മാഷിന് ഞങ്ങളുടെ ദൈവങ്ങളോട് എന്താ ഇത്ര അടുപ്പമെന്ന്. അത് വേണ്ട, മെനഞ്ഞു കെട്ടിയ കഥകളാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. എന്തോ ദുരൂഹത ഉള്ളിൽ തോന്നിയെങ്കിലും മാഷിനെ കണ്ടപ്പോ ഒരു പാവാണെന്ന് തോന്നി. അതുകൊണ്ടാണ് പഴയ ആചാരങ്ങളെ ഇന്നും അന്ധമായി വിശ്വസിക്കുന്ന ഏട്ടന്മാരിൽ നിന്നും മാഷിനെ രക്ഷിക്കണമെന്ന് തോന്നിയത്. എന്നെ മാത്രമല്ല, ഒരു കുടുംബത്തെ മുഴുവനാ ഗൗരി എന്ന് രക്ഷിച്ചത്. അതെ, നല്ലവനായ ഒരു ഇസ്ലാമിന്റെ ചോറ് കഴിച്ച പാവപ്പെട്ട എന്റെ അമ്മയും സഹോദരിയും ഇന്ന് ജീവിക്കുന്നത്. ഗൗരി ചോദിച്ചില്ലേ, ഇസ്ലാമായ കുഞ്ഞാലിക്കുട്ടി മാഷെന്ന് നിങ്ങളുടെ ദൈവങ്ങളോട് എന്താ ഇത്ര അടുപ്പം? ആ അടുപ്പവും വിശ്വാസവും കൊണ്ട് മാത്രമാ ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നതും ദൈവത്തെ പോലെ ഗൗരി വന്നെന്നെ രക്ഷിച്ചതും. ഗൗരിയോട് പറയാൻ എനിക്കൊന്നേ ഉള്ളൂ, ജോനകപ്പറമ്പിൽ മഹേന്ദ്രവർമ്മയുടെ മകന് ഒരു ഇസ്ലാമിന്റെ വേഷം കെട്ടേണ്ടി വന്ന ഗതികേടിന്റെ കഥ സത്യമാണ്. പുരാതനമായ ഹിന്ദു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. നല്ലവനായ ഹാജിയാരെ കബളിപ്പിച്ചാണ് ഓരോ നിമിഷവും ഞാനിവിടെ കഴിയുന്നു. ആ സ്നേഹത്തിന്റെ മുമ്പിൽ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ പിന്നാലെ കൂടിയത്. മാഷെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് തോന്നി. ഇന്നെന്റെ അമ്മയുടെ പിറന്നാളാ. അമ്മയുടെ ആയുസിനു വേണ്ടി മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാ ഒളിച്ചും പതുങ്ങിയും ഇവിടേക്ക് വന്നത്. ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഗൗരി കേട്ടന്മാരെ വിളിക്കാം, ഈ നാട്ടുകാരെ മുഴുവൻ വിളിക്കാം. വേണ്ട മാഷെ, നാട്ടുകാരുടെയും ഏട്ടന്മാരുടെയും കണ്ണിൽ എന്നും കുഞ്ഞാലിക്കുട്ടി മാഷെ തന്നെ കഴിഞ്ഞാൽ മതി. ഗൗരി, തല്ലാനും കൊല്ലാനും മാത്രം അറിയാവുന്ന കുറുപ്പത്തുകാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. അവിടുത്തെ കുട്ടിക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കുന്നത്ത് തറവാട്ടുകാരെ കുറിച്ച് ഇന്ന് തന്നെ ഒന്ന് അന്വേഷിക്കണം. അത് അന്വേഷിക്കാൻ തന്നെ അറിയാവുന്നല്ലേ. ഇഷ്ടം പോലെ സ്വത്ത്, ഒരേ ഒരു മകൻ. അവർക്കാണെങ്കിൽ നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ഇഷ്ടമാണെന്നാ ആ കൈമള് പറഞ്ഞത്. എന്നാ ഇനി വൈകിക്കണ്ട. അവൾക്കിപ്പോ കല്യാണം വേണ്ടെന്നാ പറയുന്നേ. എന്താ കാര്യം? ഇനിയും പഠിക്കണം അത്രേ. കുറുപ്പത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവളല്ല, ഞാനാണ്. പറഞ്ഞേക്ക അവളോട്. കുറുപ്പത്തെ പെൺകുട്ടിക്ക് രജിസ്റ്ററിൽ ഒപ്പിടാനുള്ള പഠിത്തം മതി. അത് നിനക്കൊണ്ട്.
KTPTUC കമ്മിറ്റി പിളർന്നു, യോജിപ്പിക്കാൻ നേതാക്കന്മാർ ആവോ? മാഷേ യുദ്ധം തുടങ്ങുന്ന കാര്യം വല്ലതുകൊണ്ടോ പത്രത്തിൽ? ഉണ്ട്. ഭാരതത്തെ രക്ഷിക്കാൻ ഞാൻ ഉടനെ പോകേണ്ടി വരുമോ? വേണ്ട, കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് എപ്പോഴും അകത്താണോ? അല്ല, പുറത്തായിരുന്നു. കാണാനേ ഇല്ലല്ലോ. പുറത്ത് കുറച്ച് വിരുന്നുകളുണ്ടായിരുന്നു. ആ. ഈ അയൽക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതാണല്ലോ സാമാന്യ മര്യാദ. ഇതേതാ സാധനം? എന്റെ ഭാര്യ പ്രേമലത. ഓഹോ, ഞാൻ ഡ്രില്ലിയാര് അലിമാഷ്. ഞാൻ അലിയാര് ഡ്രിൽ മാഷ്. വരൂ. സിസ്റ്ററെ, ഭർത്താവിനെ പൊക്കി പറയാണെന്ന് വിചാരിക്കല്ലേ. കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് നല്ല താടി ചുരുണ്ട് കൊഴുത്ത് വെളുത്ത സുന്ദരനായല്ലേ? അതെ. പ്രേമലതയും ഇത് മഴമേഘങ്ങൾ കാത്തു കഴിയുന്ന വേഴാമ്പൽ ഒരു തുള്ളി ദാഹനീരിനായി എത്രമാത്രം കൊതിക്കുന്നുവോ അപ്രകാരം സ്വന്തം മകനെ കൺകുളിർക്ക കാണുവാനുള്ള അടക്കാനാവാത്ത അഭിവാഞ്ഛയുമായി ആ പിതാമഹൻ രക്തം തളം കെട്ടിക്കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നു. ചതിവിന്റെയും ആത്മാർത്ഥതയില്ലായ്മയുടെയും പൊള്ളയായ മുഖം ആ പാവം പിതാവ് കണ്ടില്ല. അസ്സലാമലൈക്കും. നിങ്ങളാ? വരി. മകനെ കാണാൻ കൊതിച്ച അച്ഛന്റെ ഹൃദയവേദനയും വ്യഥയും എപ്രകാരം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ദർശിച്ച ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. മാഷേ, ഹാജരി വിളിക്കുന്നു. ഞാൻ പോരാ. എല്ലാവരും പുസ്തകം അടച്ചു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമോ എന്ന് ശ്രമിക്കുക. ചോദ്യം 1. ആ പിതാമകൻ സ്വന്തം മകനെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക? ചോദ്യം 2. ആ യുദ്ധഭൂമിയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആര് തയ്യാറാകും? ആരും തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട്? അത് ഞമ്മടെ ഓനായത് കൊണ്ടാണ്. പിന്നെ ഉജിരില്ലാണ്ടിരിക്കുവോ? ഓന് നമ്മുടെ മതഗ്രന്ഥത്തിന് മാത്രമല്ല, ഹിന്ദുക്കളുടെ മതത്തിലും നല്ല പിടിപാടാ. സത്യം പറഞ്ഞ ഇങ്ങളിത് പറയണ കേട്ടപ്പോ നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞ് ദുബായി പോണം എന്ന് നമ്മളോട് വാശി പിടിച്ച് നിന്നവനാ. ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചപ്പോ ഇത്ര ശോഭിക്കുമെന്ന് നമ്മൾ നിരീക്ഷിച്ചില്ല. ഓരോ ഘട്ടത്തിലും ഇങ്ങളെ പറ്റി വലിയ കാര്യങ്ങളാണ് എഴുതുന്നത്. നിന്റെ വാപ്പ സ്കൂളിൽ വന്നിരിക്കുന്നു. അമ്മോ, വീട്ടോട്ട് പോവാം. വീട്ടിൽ പോണ്ട. വീട്ടിൽ പ്രേമല വന്നിരിക്കുന്നു. ഇങ്ങോട്ട് പോണ്ട. അയ്യോ, അവിടെ വാപ്പ. അപ്പൊ പിന്നെ എവിടെയെങ്കിലും പോവാം. വാ. അയ്യോ, രണ്ടാള് കൊണ്ടല്ലേ. നാട്ടിലും ഇങ്ങനെയാ, പഠിച്ചതും വളർന്നതും ഒന്നിച്ച. ജോലി എപ്പോ വന്ന്? കുറച്ചു ദിവസമായി. ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങ് പോന്നു. ഒരു കൂട്ടന്. അതെ. വീട്ടിൽ അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലേ? ഒരു നാട്ടുകാരാണെങ്കിലും കാണാൻ പറ്റാറില്ല. കത്ത് വരാറുണ്ട്, പക്ഷെ മറുപടി അയക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ എന്റെ സ്വഭാവം തന്നെ അവനും. രണ്ടുപേർക്കും ഒരു സ്വഭാവമാ. അതെ. സ്കൂളും നാട്ടുകാരും ഒക്കെ എങ്ങനെ പിടിച്ചാ? സ്കൂളും നാട്ടുകാരെയും ഒക്കെ എനിക്കിഷ്ടായി. എനിക്കും ഇഷ്ടമായി. നല്ല ആൾക്കാരാ. എന്തും തരണം ചെയ്യാനുള്ള ചങ്കൂറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടു. ഞാൻ ആ സമയത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഒരു മുന്നറിയിപ്പില്ലാതെ ബാപ്പ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞോ? കുഞ്ഞാലിക്കുട്ടി, ഒരു കാര്യം ഞാൻ പറയാം. നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലത്. ഇന്നിപ്പോ ഇത്രേ സംഭവിച്ചുള്ളൂ. എന്നാലും ഒരു ദിവസം ഹാജിയാർ ഇത് അറിയും. അതിന് വലിയ താമസം ഉണ്ടാവില്ല. എടാ, ആചാര്യത അറിയുന്നതിലല്ല കാര്യം, അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക. പ്രതികരണം പ്രതികൂലമാണെങ്കിൽ അത് അനുകൂലമാക്കാൻ എന്താ വഴി, അതാണ് ആലോചിക്കുന്നത്. നീ കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷ പറ. ഇപ്പൊ ഏത് ഭാഷ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. തന്നെയുമല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. മുംതാസ് അല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞാലിക്കുട്ടി, ഇവിടെ ചങ്ങാതി ജോജി. ആ, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ സ്കൂൾ മാനേജറുടെ മകളെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിഭാവുകത്വമായിരിക്കും. അല്ല, അവന് യാതൊരു കലാബോധവും ഇല്ല. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൽക്കണ്ട കനിപൂറുന്ന ഗാനങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള സ്വർഗത്തിലെ ഹൂറി ഇതാ എന്റെ കൺമുമ്പിൽ. റംസാനിലെ ചന്ദ്രിക ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ, അതോ മാലാഖ മനുഷ്യരൂപത്തിൽ അവതരിച്ചത്? ഞാനെന്താ സ്വപ്നം കാണുകയാണോ? ഇതാണോടാ നിന്റെ പ്രവർത്തന ശൈലി? എങ്ങനെയെങ്കിലും ഈ ഏടാകുളത്തിൽ നിന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോഴാ അവന്റെ ഒരു പ്രേമനാടകം. ഇവൻ ഇതെന്തോന്ന് കിടന്ന് തുള്ളാതെ കാര്യം എന്താന്ന് പറയടാ. ആ മുംതാസിനെ വഴി പിടിച്ചു നിർത്തി എന്തൊക്കെ അനാവശ്യമാണ് നീ പറഞ്ഞത്? അപ്പോഴേക്ക് ന്യൂസിങ് എത്തിയല്ലേ? ഈ പെണ്ണുങ്ങളെ പോലെ ഇത്ര ചീപ്പായിട്ടുള്ള ചീപ്പായത് നീയല്ലേ, അവളാണോ? ആ ഹാജിയാരോട് പോയി പറഞ്ഞിരുന്നെങ്കിൽ. ഇതാണ് നിന്റെ ബേസിക് ആയിട്ടുള്ള കുഴപ്പം. എടാ, ഞാൻ പറഞ്ഞില്ലേ, എന്നായാലും ഒരു ദിവസം ഹാജിയാരിത് അറിയും. അന്നുണ്ടാകുന്ന പ്രതികരണത്തിന് ഒരു അയവ് വരുത്തുക,
അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാദ്യം അവളെ കയ്യിലെടുക്കണം. അതിനുള്ള ചവിട്ടുപടിയാണ് ഈ പ്രേമനാടകം. ഇങ്ങനെ പോയാലേ ആചാര്യ ചവിട്ടി വടിയാക്കും. കോമഡി വേണ്ട, നീ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഒരു ചെറുപ്പക്കാരന്റെ നിരന്തരമായ സാമീപ്യം ഏതൊരു പെണ്ണിന്റെ മനസ്സിലും നേരിയ ചലനം സൃഷ്ടിക്കും. പ്രത്യേകിച്ചും അവനൊരു സുന്ദരനാണെങ്കിൽ. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. അതിന് നിന്റെ കാര്യം ആരാ പറഞ്ഞത്? പിന്നെ സുന്ദരൻ എന്ന് പറഞ്ഞത്? നീയാ സുന്ദരൻ. പിന്നെ നീയാ? ആ ഫസ്റ്റ് പറ പറ. എവിടെ നിർത്തിയത്? എന്തോ ചലനം. ആ ചലനം അവളുടെ ഹൃദയത്തിന്റെ നെരിപ്പോടിൽ ഒരു തീപ്പൊരിയായി മാറും. ഞാൻ ആ തീപ്പൊരി ഊതി ഊതി കത്തിക്കും. അങ്ങനെ കോയാ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടി അവളുടെ മനസ്സിൽ ഒരു പ്രേമാഗ്നിയായി ആളിക്കത്തും. എടാ, അതിന് അവളുടെ കണ്ണിൽ നീ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോജിയാണ്. അത് തന്നെയാവും അവളുടെ മുന്നിലുള്ള ഏക തടസ്സം. അന്ന് ആ മനസ്സ് മന്ത്രിക്കും, ഈ ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ ഒരു ഇസ്ലാമായിരുന്നെങ്കിലെന്ന്. മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഹാജിയാരും അപ്പോഴേക്കും ആ സത്യം അറിഞ്ഞിരിക്കും. യഥാർത്ഥ കുഞ്ഞാലിക്കുട്ടി ഞാനാണെന്ന്. അന്ന് ഹാജിയാർക്കുണ്ടാകുന്ന കോപാഗ്നി തണുപ്പിക്കാനുള്ള ഒരു പനിനീർ മഴയായി മാറും എന്റെ മുംതാസ്. അപ്പൊ അവളെ സ്വന്തമാക്കാനായി ഈ കളി മുഴുവൻ, അല്ലാതെ എന്നെ രക്ഷിക്കാനല്ല. ധൈര്യമായിരിക്കടാ, നീ നോക്കിക്കോ. ഏറെ താമസിയാതെ വലിയ കുറുപ്പത്തെ ആ കള്ള കുറുപ്പന്മാരുടെ തമ്പുരാനായി നീയും മുംതാസ് മഹലിലെ സുൽത്താനായി ഞാനും വാഴും. ജോജി മാഷോ, ജോജി മാഷോ, മാഷെന്താ ഇവിടെ? അവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, കണ്ണാലിക്കുട്ടിയാണ്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മാഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ചെറ്റത്തരമല്ലാതെ കയ്യിലില്ല. ആ ഹാജിയാർക്കുള്ള നിലയും വിലയും അവൻ ഒരുത്തനായിട്ടില്ലാണ്ടാക്കും. ഈ ചെറ്റ എങ്ങനെ ഒരു മാഷായി? കൈക്കൂലി അല്ലാണ്ടെന്താ? ഏത് നേരവും ഹാജിയാരുടെ മകളുടെ പുറകെ. ഹാജിയാരെങ്ങാനും അറിയണം, അവന്റെ തല പോവും. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. ഏതായാലും ആളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. സാരി ചുറ്റി ആരെ കണ്ടാലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പുറകെ കൂടും. 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. പ്രേമലതേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നിനക്കൊരു പെണ്ണും പിള്ള ഉണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുക്കെ അറിയാം. അറിയാം, എന്നാലും വിളിച്ചാൽ അവൾക്കൊന്ന് വിളി കേട്ടൂടെ? പ്രേമലതേ. ഏട്ടാ, ചേച്ചി ഇവിടെ ഇല്ല. ആ മാഷിന്റെ വീട്ടിലേക്ക് പോയിരിക്കാം. അവൻ 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്കെല്ലാം മനസ്സിലായി. ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല മാഷെ. മാഷയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ. ആ അലിയാരി മാഷ കാണാൻ ഇതറിഞ്ഞാൽ ഈ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് ആരോടും പറയരുത്. എന്നെ പൂർണ്ണമായും മാഷക്ക് വിശ്വസിക്കാം. പ്രേമലത എന്നെ വിശ്വസിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇല്ല മാഷെ, ഞാൻ ഒരിക്കലും മാഷ ചതിക്കില്ല. സത്യം. ചേട്ടൻ ഒന്ന് പറയട്ടെ. എനിക്കെല്ലാം മനസ്സിലായി. കണ്ടു കുറച്ചാൽ വഞ്ചിക്കായിരുന്നല്ലേ? കൊല്ലില്ല, രണ്ടേ കൊല്ലില്ല. മലയാളം മാഷേ, ജോജി കേട്ടു, എല്ലാം ഞാൻ കേട്ടു. ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കള്ളഹിമാറെ മുസ്ലിം സമുദായത്തെ മുഴുവൻ നീ വഞ്ചിച്ചു. വിടില്ല ഞാൻ, പടച്ചോനാണ് വിടില്ല. ഈ വിവരം ചൂടോടെ ഞാൻ ഹാജിയാരെ അറിയിക്കും. എന്നെ ചതിക്കരുത്. ഞാൻ വേണമെങ്കിൽ മാഷിനെ കാല് പിടിക്കാം. വന്നു കയറിയ ഉടനെ എന്റെ കാല് വാരിയെന്നല്ലേ നീ? വിടന്നെ, എന്റെ രക്തം തിളയ്ക്കുന്നു. ഇസ്ലാമിന്റെ രക്തമാണ്. വിടില്ല ഞാൻ, നിന്നെയും വിടില്ല, നിന്റെ മറ്റവനെയും വിടില്ല. ഈ നാട് മുഴുവൻ മനസ്സിലാക്കട്ടെ നീ ആൾമാറാട്ടക്കാരനാണെന്ന്. ചോരയും നീരുമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ നാട്ടില്. ഇതിന്റെ മറുപടി അവര് പറയും. കള്ള ഹിമാറേ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ഹാജിയാരെ, ഹാജിയാരെ. പറയുന്നൊന്ന് കേൾക്ക്. എന്തിന് സമാധാനം ഉണ്ടാക്കാം? എടുത്തി ആടി ഒന്നും
Left, right, left. ആചാരെ. പിള്ളേരെ പോലെ ആചാരെ. ആചാരെ. എന്തിനു സമാധാനമുണ്ട് നിന്നെ മാഷെ എന്താ ഇത് അരിയന് മാഷെ നിന്നെ അയ്യോ എനിക്ക് കൊണ്ടില്ലേ? അയ്യോ ബ്ലഡ് മാഷേ അയ്യായിരം മാഷേക്ക് വെടിവെട്ടേ